സാദിഖ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്ട് ഒരുക്കിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധി MP. പാണക്കാട്ട് ആദ്യമായി എത്തുന്ന പ്രിയങ്ക ഗാന്ധി 1 മണിക്കൂറോളം നേതാക്കൾക്കൊപ്പം ചിലവഴിച്ച് ഈദ് ആശംസകൾ നേർന്നാണ് മടങ്ങിയത്. 3 ദിവസമായി വയനാട് മണ്ഡലത്തിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്ത പ്രിയങ്ക ഗാന്ധിയുടെ പാണക്കാട്ടെ സന്ദർശനം അപ്രതീക്ഷിതമായിരുന്നു. സാദിഖ് അലി തങ്ങൾ, മുനവർ അലി തങ്ങൾ ഉൾപ്പെടെയുള്ള പാണക്കാട് കുടുംബാംഗങ്ങളും PK കുഞ്ഞാലിക്കുട്ടി, PMA സലാം അടക്കം ലീഗ് നേതാക്കളും ചേർന്ന് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിച്ചു. ആദ്യമായി പാണക്കാട്ടെത്തിയ പ്രിയങ്ക 1 മണിക്കൂറോളം നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത് ഈദ് ആശംസകളും നേർന്നാണ് മടങ്ങിയത്. And I wish everybody best wishes for Eid. I have learnt in Malayalam also. Let me see if I get it right. Ellavarkum ende. What is it? Perunal ആശംസകൾ. പ്രിയങ്കയുടേത് സൗഹൃദ സന്ദർശനമായിരുന്നെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ അന്തരീക്ഷവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായെന്ന് ലീഗ് നേതാക്കൾ പറഞ്ഞു. കുറെ കാലമായിട്ട് വയനാട്ടിൽ ഇടയ്ക്ക് വരും. ആ സമയത്ത് അവരെ കണ്ടിട്ട് കുറച്ചായി. അപ്പോൾ ഏതായാലും ഇന്ന് കാണാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചു. അത് സന്തോഷമുണ്ട്. അവരിവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. ഇലക്ഷൻ കാലാവസ്ഥ അനുകൂലമെന്ന് പറഞ്ഞു. UDF-ന് അനുകൂലമായ കാലാവസ്ഥയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വന്നില്ല. അപ്പോൾ പാണക്കാട്ട് വന്നതാ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല. അപ്പോൾ തങ്ങൾ കാണാൻ വിചാരിച്ചു. AP അനിൽകുമാർ, T സിദ്ദിഖ്, DCC പ്രസിഡന്റ് VS ജോയ്, ആര്യാടൻ ഷൗക്കത്ത് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും പ്രിയങ്ക ഗാന്ധിക്കൊപ്പം പാണക്കാടെത്തിയിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.